പ്രിയ കുട്ടികളെ, സ്മിത ടീച്ചറാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ ബാക്കി ഭാഗങ്ങൾ ഈ വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം. പേജ് നമ്പർ 66 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് ഇലമെന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് തുടങ്ങുന്നത് തന്നെ ഒരു SSLC ക്വസ്റ്റ്യനോട് കൂടിയാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഒരു പ്രസ്താവന അഥവാ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങ് തരും. എന്നിട്ട് അതിൻ്റെ താഴെ ABCD എന്നൊക്കെ പറഞ്ഞ് ചോദ്യവും തരും. അപ്പം 4 മാർക്ക് വരെ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യനോട് കൂടിയാണ് തുടക്കം. ക്വസ്റ്റ്യൻ അങ്ങ് പഠിച്ച് ഉത്തരവും പഠിക്കാം. ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ഫെറസ് ക്ലോറൈഡ് ആൻഡ് ഫെറിക് ക്ലോറൈഡ്സ് ആർ 2 ക്ലോറൈഡ്സ് ഓഫ് അയൺ. നമുക്ക് പറഞ്ഞു തരികയാണ്, അയൺ എന്ന് പറഞ്ഞ ഇരുമ്പ്, ഇരുമ്പിൻ്റെ 2 ക്ലോറൈഡ്സ് ആണ് ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. അതിൻ്റെ സിമ്പലും ഇവിടെ കൊടുത്തിട്ടുണ്ട്, FeCl2 FeCl3. അപ്പം ഫെറിക് എന്ന് പറയുമ്പോൾ ഒരു 3 പോലെ ചേർത്ത്, അങ്ങനെയാണ് ടീച്ചർ അത് ഓർത്തിരിക്കുന്നത്. ഈ 3 വന്നതുകൊണ്ടാണ് ഇതിന് ഫെറിക് ക്ലോറൈഡ് എന്ന് വന്നത്. ഇത് ഫെറസ് ക്ലോറൈഡ് ആണ്. ഇതിനകത്ത് രണ്ടിനെയും ആസ്പദമാക്കി ABCD 4 ക്വസ്റ്റ്യൻ ആണ് അടുത്ത പേജിൽ ഉള്ളത്. അതിൻ്റെ A പാർട്ട് ക്വസ്റ്റ്യൻ ആണ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe ഇൻ FeCl3 കണ്ടുപിടിക്കുക. B പാർട്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Fe ഇൻ FeCl3. ഇത് Cl2 ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. അതിനു വേണ്ടി ടീച്ചർ ഒരു മാർഗമാണ്, പല മാർഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളതിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ടീച്ചർ ചെയ്യുന്നത്. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ തരും, അല്ലെ നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തരും, അത് -1. ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണെന്ന് നമ്മൾ ഓർത്ത് പഠിച്ചു വെക്കണം. അപ്പോൾ അത് ചെയ്തു തുടങ്ങാം. അതിനുവേണ്ടി ഈ FeCl2 കണ്ടുപിടിക്കാൻ വേണ്ടി FeCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ വൃത്തിയായിട്ട് എഴുതുന്നു. കണ്ടുപിടിക്കേണ്ട Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അറിയത്തില്ല, അതുകൊണ്ട് അതിന് X എന്ന് കൊടുക്കുന്നു. ക്ലോറിൻ്റെ നമുക്ക് ആ ഹിൻഡിൽ തന്നിട്ടുണ്ടായിരുന്നു, അത് -1 എന്ന് കൊടുക്കുന്നു. എൻ്റെ ഒപ്പം ചെയ്തു പോവുക. ഇനി Fe എന്ന് പറയുന്നതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X ആണ്. ഈ കോമ്പൗണ്ടിൽ Fe ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് X ഒരെണ്ണേ ഉള്ളതുകൊണ്ട് 1X. -1 രണ്ടെണ്ണം ഉണ്ട്, -1 × 2 -2. -1 രണ്ടുണ്ട്, അതുകൊണ്ട് -1 × 2 -2 ഇക്വേറ്റഡ് ടു 0. 0 ഇക്വേറ്റ് ചെയ്യണം. അത് മറന്നു പോലെ. എങ്കിൽ നമുക്ക് എക്സിൻ്റെ വില കണ്ടുപിടിക്കണമെങ്കിൽ എന്തുമായിട്ടെങ്കിലും ഇക്വേറ്റ് ചെയ്യണം. 0യുടെ അടുത്തേക്ക് -2 കൊണ്ടുവരും, അത് +2 ആകും. അങ്ങനെ X = +2 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? Feയുടെ അഥവാ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അത് കൃത്യമായിട്ട് പൂരിപ്പിച്ചപ്പോൾ നമ്മുടെ മാർക്കായി. അടുത്തത് നമുക്ക് Feയുടെ FeCl3 എല്ലാം ഒരേ പാറ്റേണിൽ ചെയ്താൽ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുന്ന പോലെ ഒരു ഗുണം ഉണ്ടാവും. അപ്പോൾ FeCl3 വലിപ്പത്തിൽ എഴുതുന്നു. കണ്ടുപിടിക്കേണ്ടത് Feയുടെ ആയതുകൊണ്ട് അതിൻ്റെ മുകളിൽ കണ്ടുപിടിക്കേണ്ടതിന് X കൊടുക്കുന്നു. ഹിൻഡിൽ തന്ന ക്ലോറിൻ്റേത് പതിവ് പോലെ കൊടുക്കുന്നു. എല്ലാം ഒരുപോലെയല്ലേ ചെയ്യുന്നത്? Fe ഒരെണ്ണമേ ഉള്ളൂ, അതുകൊണ്ട് X 1X. -1 3 പ്രാവശ്യം, അതുകൊണ്ട് -1 × 3 -3 ഇക്വേറ്റഡ് ടു 0. X തനിച്ചിട്ടു, X അല്ലേ കണ്ടുപിടിക്കേണ്ടത്. 0 -3 ഇവിടെ വരുമ്പോൾ +3, അതുകൊണ്ട് X = +3. അപ്പോൾ അതിൻ്റെയും മാർക്ക് നമുക്ക് കിട്ടി. അങ്ങനെ നമുക്ക് 2 മാർക്ക് റെഡിയായി. C ചോദ്യത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. Fe എന്ന് പറയുന്ന ഒരു ഡി ബ്ലോക്ക് ഇലമെൻ്റ് ആണ്. Fe ഒരു ഡി ബ്ലോക്ക് ഇലമെൻ്റ് ആണ്. അപ്പോൾ അതിന് 2 തരം ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വേരിയബിൾ എന്ന് പറഞ്ഞാൽ വേറെ വേറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നിങ്ങൾ കണ്ടല്ലോ. എന്നിട്ട് അടുത്ത ചോദ്യം, C ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ C ചോദ്യം. Feയുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതുക. Feക്ക് 26 ഉണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പഠിച്ചതാണ്. 1s2 2s2 2p6 3s2 3p6. അത് അവിടെ ആയപ്പോഴത്തേനും 18 ആയി. 18 കഴിഞ്ഞാൽ 3p6 കഴിഞ്ഞാൽ 3D ആകുന്നതിന് മുമ്പ് 4s 2, ഇത് 26. അപ്പോഴേക്കും നമുക്ക്
20 ആകും. പിന്നെ 6 എണ്ണം മിച്ചമുണ്ട്. അത് അതിൻ്റെ ഉള്ളിലുള്ള ഡി സബ്ഷെല്ലിലാണ് ചേരുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ വൃത്തിയായിട്ട് എഴുതണം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാ ചുറ്റിപ്പറ്റി കിടക്കുകയാണ്. ഇവിടെ FeCl2 ഇത് 2+ അല്ലെങ്കിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയില്ലേ? അപ്പോൾ അത് എഴുതുന്നത് Fe2+ ആയി എന്നാണ്. അതായത് FeCl2 Fe എന്താണ്? Fe2+ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ Fe2+ എങ്ങനെ ഉണ്ടായി? 2 ഇലക്ട്രോൺ പോയിട്ടുണ്ടായി. ഈ 2 ഇലക്ട്രോൺ അതിൽ നിന്നും ക്ലോറിനിലേക്ക് ഡൊണേറ്റ് ചെയ്തു. 2 ഇലക്ട്രോൺ ഡൊണേറ്റഡ് ടു ക്ലോറിൻ. അല്ലെങ്കിൽ ഈ 2 ഇലക്ട്രോൺ ലോസ് ചെയ്തു. Feക്ക് 2 ഇലക്ട്രോൺ ലോസ് ചെയ്തു. 2 ഇലക്ട്രോൺ ഇൻ ദി 4s ഓർബിറ്റൽ ലോസ് ചെയ്തത് കൊണ്ടാണ് Fe2+ ആയത്. 2 ഇലക്ട്രോൺ 4sൽ നിന്ന് ലോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ Fe2+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ആ ലോസ് ചെയ്ത് നിൽക്കുന്ന അവസ്ഥയിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. അതുകൊണ്ട് ഇതൊരു ഉറപ്പ് ചോദ്യമാണ്. അപ്പോൾ അത് 2 എണ്ണം പോയിട്ട് എഴുതാൻ പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളതെങ്കിൽ എഴുതിയാൽ മതി. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2 ആണ്. ഇവിടെയാണ് വന്ന് അവസാനം ചേരുന്നെങ്കിലും ഇവിടെ നിന്നാണ് പോകുന്നത്. അടുത്തതായിട്ട് എങ്ങനെയാണ് 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് FeCl3 ഉണ്ടായേ എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് 2 എണ്ണവും ഇവിടുന്ന് 1 എണ്ണവും പോയി എന്ന് എഴുതിയാൽ മതി. Feക്ക് 2 4s ഇലക്ട്രോണും 1 3d ഇലക്ട്രോണും പോയപ്പോഴാണ് അതിന് 3+, 3 ഇലക്ട്രോൺ പോയപ്പോൾ 3 നെഗറ്റീവ് ചാർജായ ഇലക്ട്രോൺ പോയപ്പോൾ 3 പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഏതൊക്കെ സബ്ഷെല്ലിൽ നിന്നാണ് അത് പോയത്? ആദ്യം പോയത് 4sൽ നിന്നും, അത് കഴിഞ്ഞ് 3dയിൽ നിന്നുമാണ് പോയത്. അപ്പോൾ അതെന്താണ് അങ്ങനെ 2 എണ്ണത്തിൽ നിന്ന് പോകാൻ കാരണം? അതിവിടെ വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. There is only slight difference between the energies of outermost 4s and penultimate 3d subshell എന്ന് പറഞ്ഞാൽ പുറമേയുള്ള, അതാണ് ഔട്ടർമോസ്റ്റ് 4s ആൻഡ് പെനൽറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതിൻ്റെ തൊട്ടുള്ളിലുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന വാക്കാണ് പെനൽറ്റിമേറ്റ്. അതിൻ്റെ ഉള്ളിലുള്ള 3d സബ്ഷെല്ലിനും സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ എനർജീസ്, ചെറിയ ഡിഫറൻസേ എനർജിയിലുള്ളൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിയുമ്പോൾ ഇനി ഒരു 3ാമത് ഇലക്ട്രോൺ 3 ക്ലോറിൻ വന്നപ്പോൾ 3 ഇലക്ട്രോൺ കൊടുക്കണ്ടേ? 2 ഇലക്ട്രോൺ ഇവിടെ നിന്ന് എടുത്തു. പിന്നെ ഒരു മടിയുമില്ല, കാരണം ഇവർ തമ്മിൽ വലിയ എനർജി വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് ഈ 3d സബ്ഷെല്ല് അടുത്ത ഇലക്ട്രോണിനെ കൊടുക്കും. അതുകൊണ്ട് 4sൽ നിന്ന് 2 ഇലക്ട്രോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രം വിച്ച് സബ്ഷെൽ 3rd ഇലക്ട്രോൺ ഈസ് ലോസ്റ്റ്? എവിടെ നിന്നാണ് 3rd ഇലക്ട്രോൺ പോകുന്നത്? 3dയിൽ നിന്ന് പോകും. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം ഇവിടെയുണ്ട്. ഇതിനിടയിൽ എല്ലാം ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം ടീച്ചർ F എന്നൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത്രയും ചോദ്യം ഇവിടെയൊക്കെ ഉള്ളത് ചോദ്യങ്ങളായിരുന്നു. മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണവും കൂടെ പോയാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതാമോ എന്ന്. അപ്പോൾ നമുക്ക് 4s പോയി, പിന്നെ ഇനി 4s എഴുതേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് ഒരെണ്ണോടൊപ്പം ഇപ്പോൾ 3d5 ആക്കി ഇവിടെ എഴുതേണ്ടി വരും. ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 കോമ്പൗണ്ട്സ് തന്നു. ആ കോമ്പൗണ്ട്സിലുള്ള ആ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച ശേഷം അയണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിനുശേഷം ഈ Fe2+ ആയപ്പോഴുള്ള അയണിക് കോൺഫിഗറേഷനും Fe3+ ആയിട്ടുള്ള അയണിക് കോൺഫിഗറേഷനും ചോദിച്ചു. ഏതൊക്കെ സബ്ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺ ലോസ് ചെയ്തത് എന്നും ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം പരീക്ഷാ ചോദ്യങ്ങളായിട്ട് പ്രതീക്ഷിക്കുന്നു. അടുത്തതായിട്ട് ഒരു ചാർട്ടാണ്. ആ ചാർട്ടിൽ മാംഗനീസിൻ്റെ വിവിധ കോമ്പൗണ്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. മാംഗനീസ് ഒന്ന് പറഞ്ഞു നോക്കിയേ. മാംഗനീസ് എന്ന് പറഞ്ഞാൽ 25 ആറ്റോമിക് നമ്പർ വരുന്ന ഒരു ഇലമെൻ്റ് ആണ്. 25 മാംഗനീസിൻ്റെ ആറ്റോമിക് നമ്പർ. ഇനി നമുക്ക് ഇവിടെ
മാംഗനീസ് ഒരു ഡി ബ്ലോക്ക് ഇലമെൻറ്റുമാണ്. അതിൻ്റെ ഇലക്ട്രോണിക് ഇവിടെ അടുത്തതായിട്ട് ഈ മാംഗനീസിൻ്റെ ഓരോ കോമ്പൗണ്ടിലും മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ എഫിയുടെ കണ്ടുപിടിച്ച മെത്തേഡിൽ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കുകയാണ്. ആദ്യം MnCl2വിൻ്റെ കണ്ടുപിടിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്ത അതേ രീതി പിന്തുടരുകയാണ്. MnCl2 ഒന്ന് എഴുതി. എന്നിട്ട് മാംഗനീസിൻ്റെ കണ്ടുപിടിക്കാനായതുകൊണ്ട് അതിൻ്റെ മുകളിൽ എക്സ് കൊടുത്തു. ക്ലോറിൻ്റെ കുറച്ച് മുമ്പ് ഹിൻഡിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് -1 എക്സ് ഒരെണ്ണവേ ഉള്ളൂ. -1 2 ടൈംസ് ഉണ്ട്. അതുകൊണ്ട് -1 × 2 -2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 + 2 എക്സ് ഈക്വൽ ടു +2 എന്ന് കിട്ടി. അപ്പോൾ അതവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിയാണോ നമ്മളൊന്ന് പരിശോധിച്ചതുമാണ്. അടുത്തത് MnO2വിൻ്റേത് നോക്കാം. MnO2 അതിനുവേണ്ടി പതിവ് പോലെ നമ്മൾ MnO2 അല്പം വലുപ്പത്തിലൊക്കെ ഒന്ന് എഴുതി വൃത്തിയായിട്ട് MnO2 എന്ന് എഴുതി. അതിനുശേഷം Mn ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ മുകളിൽ എക്സ് ഇട്ടു. ഓക്സിജൻ്റെ നമ്മൾക്ക് ഹിൻഡിലൊന്നും തന്നിട്ടില്ലായിരുന്നു. ടീച്ചർ അത് പറഞ്ഞു തരികയാണ്. ഓക്സിഡേഷൻ സൈഡിൽ എഴുതി വെക്കുക. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് -2 ആണ്. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ -2 ആണ്. അപ്പോൾ ആ -2 നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇതിൻ്റെ മുകളിലും എഴുതുന്നു. എക്സ് ഒരു ടൈമേ ഉള്ളൂ. -2 2 ടൈം ഉണ്ട്. അപ്പോൾ -2 × 2 -4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0. ഈ -4 ഇവിടെ വരുമ്പം +4 ആൻഡ് എക്സ് ഈക്വൽ ടു +2 +4. അപ്പോൾ അതിൻ്റെ മാർക്കും നമുക്ക് കിട്ടി. ഇനി അടുത്ത ഒരു കോമ്പൗണ്ട് കൊടുത്തത് Mn2O3 എന്നാണ്. ഒന്ന് ശ്രദ്ധിക്കുക. അതിനകത്ത് ആ കോമ്പൗണ്ടിനൊരു ശക്കല മാറ്റം ഉണ്ടല്ലേ. Mn2O3 എന്നാണ്. അപ്പോൾ പതിപോലെ കണ്ടുപിടിക്കേണ്ടതിന് നമ്മൾ എക്സ് കൊടുത്തു. ഓക്സിജന് നമ്മൾ -2 പറഞ്ഞു തന്നായിരുന്നു. ഇവിടെ മാംഗനീസ് 2 എണ്ണം ഉണ്ട്. അതായത് എക്സ് 2 ടൈംസ് ആണ്. അതുകൊണ്ട് എക്സ് × 2 2x. കുറച്ച് മുമ്പൊക്കെ എന്തായിരുന്നു? എക്സ് ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ -2 3 ടൈംസ് ഉണ്ട്. അതുകൊണ്ട് -2 × 3 -6 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് 2x ആണ് തനിച്ചിടുന്നത്. 2x ഈക്വൽ ടു 0 + 6 എന്ന് കിട്ടി. അതുകൊണ്ട് 2x ഈക്വൽ ടു +6. അതുകൊണ്ട് നമ്മൾ എക്സിനെ തനിച്ചിട്ടു. ഇവിടെ ഗുണിച്ച് കിടക്കുന്ന 2 +6ൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡിവൈഡ് ചെയ്യുന്ന പോലെ ആകണം. അപ്പോൾ എക്സ് ഈക്വൽ ടു +3 എന്ന് നമുക്ക് കിട്ടും. മാംഗനീസിൻ്റെ ഇതിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആണ്. മാംഗനീസ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ Mn3+ ആണ്, അല്ലെ +3 ആണ്. അത് 3 ആദ്യം പറയുകയോ പ്ലസ് ആദ്യം പറയുകയോ ചെയ്താൽ നിങ്ങൾ പേടിക്കേണ്ട, 2 ശരിയാണ്. ഒരെണ്ണവും കൂടിയാണ് ചെയ്യാനുള്ളത്. Mn2O7 നമ്മൾ പതിവ് പോലെ Mn2O7 എഴുതുന്നു. എല്ലാം ഒരുപോലെ ചെയ്യുന്നത് നിങ്ങൾ ഒരുമാതിരി ഇമ്പോസിഷൻ എഴുതി പഠിക്കുന്ന പോലെ ഒരുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ നന്നായിട്ട് പതിയും. Mn2O7 എഴുതുന്നു. കണ്ടുപിടിക്കാനുള്ളതിന് എക്സ് കൊടുക്കുന്നു. ഓക്സിൻ്റെ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നായിരുന്നു. -2 ഇടുന്നു. എക്സ് 2 ടൈം ഉണ്ട്. മാംഗനീസ് 2 ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് 2x -14 ഈക്വൽ ടു 0. അതുകൊണ്ട് നമ്മൾ 2xനെ തനിച്ചിട്ടു. 2x ഈക്വൽ ടു 0 + 14 ഇട്ടു. അങ്ങനെ 2x ഈക്വൽ ടു 14 എന്ന് നമുക്ക് കിട്ടി. +14 പ്ലസ് ഇടാൻ മറന്നു പോകരുത്. അങ്ങനെ ഇട്ടാൽ മാർക്കില്ല, മാർക്ക് പോകും. എക്സ് മാത്രം ഇട്ടു. +14. അപ്പം പ്ലസ് ഇട്ടില്ലേലും പ്ലസ് ആണല്ലോ എന്ന് തോന്നും എന്ന്. പക്ഷെ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് വളരെ നിർബന്ധമാണ് പ്ലസും മൈനസും ഒക്കെ ഇടണം. 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ഇവിടെ ഗുണിച്ച് കിടന്ന് ഇവിടെ വന്നപ്പോൾ ഹരിച്ചു. എക്സ് സമം +7 എന്നായി. അപ്പം നമ്മൾ തെറ്റാതെ പ്ലസോട് കൂടി +7 എന്ന് എഴുതി. അപ്പോൾ ഈ ഓരോ കോമ്പൗണ്ടിലും മാംഗനീസിന് വ്യത്യസ്തമായ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണുള്ളത്. മാംഗനീസ് ഒരു ഡി ബ്ലോക്ക് ഇലമെൻ്റ് ആണ്. അപ്പോൾ ഡി ബ്ലോക്ക് ഇലമെൻറ്റ് ഷോസ്
വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നുള്ളതിന് ഉറപ്പായി. എത്ര തരം വ്യത്യസ്തമായ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളാണ് മാംഗനീസ് ഓരോ കോമ്പൗണ്ടുകളിലും കാണിച്ചിരിക്കുന്നത്. അടുത്ത കോളം പൂരിപ്പിക്കാൻ കൊടുത്തിരിക്കുന്നത് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മാംഗനീസ് അയോൺ. ഈ കോമ്പൗണ്ടുകളിലൊക്കെ ഓരോ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അതാത് അയോൺ ആയിട്ടാണ് മാംഗനീസ് നിൽക്കുന്നത്. ഇപ്പം നമുക്ക് നോക്കാം. MnCl2 അത് Mn2+ ആയിട്ടാണ് നിൽക്കുന്നത്. ആ മാംഗനീസ് അയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്തതിനകത്ത് Mn4+ ആയിട്ടാണ് നിൽക്കുന്നത്. അടുത്ത ഈ കോമ്പൗണ്ടിൽ Mn3+ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് FeCl2 ഒക്കെ പഠിച്ചപ്പോൾ FeCl2ൽ Fe2+ ആയിട്ടാണ് നിൽക്കുന്നത്. FeCl3ൽ Fe3+ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയോ Mn+7 എന്ന അയോൺ ആയിട്ടാണ് നിൽക്കുന്നത്, മാംഗനീസ് അയോൺ. ഇതിൻ്റെയൊക്കെ ഓക്സിഡേഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കങ്ങ് പെട്ടെന്നങ്ങ് എഴുതാൻ പറ്റില്ല. പകരം ആദ്യം നമുക്ക് ഇങ്ങനെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു പോകുന്നതിന് മുമ്പ്, ഇലക്ട്രോൺ ആർക്കാ കൊടുത്തത്? ഈ മാംഗനീസ് ഈ ക്ലോറിന് കൊടുത്തു 2 ഇലക്ട്രോൺ. ഈ മാംഗനീസ് 2 ഓക്സിജന് മൊത്തം 4 ഇലക്ട്രോൺ കൊടുത്തു. അങ്ങനെയൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് മാംഗനീസ് നല്ല മിടുക്കനായ മാംഗനീസ് ആയിട്ട് ആർക്കും ഒന്നും കൊടുക്കാത്ത കാലത്ത് ആറ്റോമിക് നമ്പർ 25 അപ്പോഴുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കണം. അപ്പോൾ അത് 25 എണ്ണം കൊണ്ട് 1s2 2s2 2p6 3s2 3p6. ഇനി മിച്ചമുള്ളത് അപ്പോൾ 18 എണ്ണമായി 4s2ലേക്ക് 7 എണ്ണം മിച്ചമുണ്ട്. അതിൽ അവിടെ ചെന്ന് പുറമേ ചെന്ന് ചേർന്നിട്ടാണ് 3D സബ്ഷനിൽ ഇവിടെ കിടപ്പുണ്ടെങ്കിലും ഇവിടെ ചെന്ന് ചേർന്നപ്പോൾ അതിനകത്ത് 7 എണ്ണത്തിൽ 2 എണ്ണം ഇവിടെ ചേർന്നു, 5 മിച്ചമുണ്ട്, 3d5. ഇതാണ് Mn ആറ്റമായിരുന്നപ്പോൾ. അപ്പോൾ 2 ഇലക്ട്രോൺ പോയി. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ ഏറ്റവും പുറമേ നിന്നാണ് ഇലക്ട്രോൺ പോകുന്നത്. ചേരുന്നത് ഇവിടെ വന്നാണെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ പുറത്തുനിന്ന് എടുത്താൽ കൊടുക്കുക. അപ്പോൾ ക്ലോറിന് 2 എണ്ണം കൊടുക്കുന്നത് ഇതിൻ്റെ പുറമേ നിന്നാണ്. അങ്ങനെ ഇവിടെ 2 എണ്ണം കൊടുത്തോടെ ഇത് എഴുതേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് 1s2 മുതൽ 3d5 വരെ എഴുതിയേക്കുന്നത്. 2 ഇലക്ട്രോൺ കൊടുത്തു. അടുത്തതിൽ Mn 4 ഇലക്ട്രോണിനെ 2 ഓക്സിജന് കൊടുത്തേക്കുന്നത് കൊണ്ട് ഇവിടുന്ന് 4 ഇലക്ട്രോൺ കൊടുക്കണം. ആദ്യം 2 ഇലക്ട്രോണിനെ 4sൽ നിന്ന് കൊടുക്കും. പിന്നെയും 2 വേണ്ടി വന്നത് 3dയിൽ നിന്ന് എടുക്കും. ഇവിടുന്ന് 2 എടുക്കുമ്പം 3d5 അല്ലേ നിൽക്കുന്നത്. 2 എണ്ണത്തിനെയും കൂടെ എടുത്തു കഴിയുമ്പോൾ 3d3 വരെ ആയിട്ട് എഴുതേണ്ടി വരും. അതായത് 1s2 കണ്ടോ, ഇവിടെ 2 എണ്ണോടെ എടുത്ത് 3d3. അതുപോലെ തന്നെ അടുത്തതിൽ Mn3+. നിങ്ങൾ തന്നെ എഴുതി നോക്കുക. എന്നിട്ട് ടീച്ചറിൻ്റെ വീഡിയോ ഓണാക്കി ശരിയാണോ എന്ന് നോക്കുക. 3 ഇലക്ട്രോണേ പോകാവൂ. ഇവിടുന്ന് 2 പോകും, ഇവിടുന്ന് 1 പോകും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒന്നും എഴുതുന്നതിന് ബുദ്ധിമുട്ടില്ല. അവസാനം ഒരു 3 ഇലക്ട്രോൺ പോകുന്ന 2 എണ്ണം ഇവിടുന്ന് 1 പോകുമ്പം 3d4 എന്ന് എഴുതി ഇവിടെ അവസാനിപ്പിക്കണം എന്ന് മാത്രം. ബാക്കിയെല്ലാം സാധാരണ പോലെ. അടുത്തത് എഴുതുമ്പോൾ നമുക്ക് 7 ഇലക്ട്രോൺ പോകുന്നതായിട്ട് എഴുതണം. ശ്രദ്ധിച്ചു നോക്കുക. 2 ഇലക്ട്രോൺ ഇവിടുന്ന് പോകണം. പിന്നെ മാംഗനീസിൻ്റെ 7 ഇലക്ട്രോൺ പോകാൻ വേണ്ടി 5 ഇവിടുന്ന് പോകണം. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗത്തുനിന്നുള്ള ഇലക്ട്രോണുകളെ പോയിരിക്കുന്നത് കൊണ്ട് ഓക്സിജൻ 7 ഓക്സിജൻ വന്ന് ചോദിച്ചപ്പോൾ മൊത്തം 2 മാംഗനീസും കൂടെ 7 ഇലക്ട്രോൺ കൊടുത്തു. എന്തായാലും 7 ഇലക്ട്രോൺ പോയി ഒരു മാംഗനീസിൽ നിന്നും. എന്തായാലും 7 ഇലക്ട്രോൺ പോയി എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. 7 പോയിട്ട് ഈ 3p6 വരെ എഴുതിയാൽ മതി. പോയിടത്തെ കാര്യമൊന്നും എഴുതണ്ട. അങ്ങനെയാണ് അയോണിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡി ബ്ലോക്ക് ഇലമെൻസിന് എസ് ബ്ലോക്കിലെ എസ് ലാസ്റ്റ് സബ്ഷെല്ലായ 4s ആയിരിക്കും അല്ലേ. ആ 4sൽ നിന്നും എസ്സിൽ നിന്നും ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇനിയും ആ കോമ്പൗണ്ടിന് ആവശ്യമെങ്കിൽ അടുത്ത സബ്ഷെല്ലായ അതിൻ്റെ ഉള്ളിലുള്ള പെനൾട്ടിമേറ്റ് ഷെല്ലിൽ നിന്നും ഇലക്ട്രോണും കൂടെ എടുക്കും. കാരണം ഏറ്റവും പുറമെയുള്ള എസ് സബ്ഷെല്ലും അതിൻ്റെ ഉള്ളിലുള്ള ഡി സബ്ഷെല്ലും തമ്മിൽ നേരിയ വെരി സ്മോൾ എനർജി ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഡി ബ്ലോക്ക് ഇലമെൻറ്റ്സ് ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നമ്മൾ പരീക്ഷയ്ക്കും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്.
ഇവിടം തൊട്ടൊരു സ്റ്റേറ്റ്മെന്റ് വരും. അങ്ങനെയാണല്ലോ, ഒരു കാര്യം അങ്ങ് പറയും, എന്നിട്ട് വാട്ട് ഈസ് ദ റീസൺ എന്നൊക്കെ ചോദിച്ച് ABCD എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യനും കാണും. ഡി ബ്ലോക്ക് ഇലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് ഡി ബ്ലോക്കിന്റെ ഒരു സ്വഭാവമാണ്. സ്വഭാവം ചോദിച്ചാലും എഴുതാം. അപ്പോൾ അതിന്റെ കാരണം അടുത്ത പേജിൽ നല്ല മഞ്ഞ ബോക്സിൽ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. അടുത്ത പേജിൽ ഭംഗിയായിട്ട് കൊടുത്തേക്കുന്നത് ഇങ്ങനെയാണ്: ഇൻ ട്രാൻസിഷൻ ഇലമെന്റ്സ് there is only a slight energy difference between the outermost S subshell and penultimate D subshell. ഇത്രയും എഴുതിയാൽ തന്നെ നമ്മുടെ മാർക്കായി. അതുകൊണ്ട് എന്ന് പറഞ്ഞവർ വീണ്ടും പറയുകയാണ് അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ. അതുകൊണ്ട് നല്ല ഫേവർ എന്ന് പറഞ്ഞാൽ നല്ല പറ്റിയ സാഹചര്യത്തിൽ ഇലക്ട്രോൺസ് ഫ്രം ഡി സബ്ഷെൽ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കെമിക്കൽ റിയാക്ഷനിൽ എസ് മാത്രമല്ല ഉള്ളിലുള്ള ഡിയും പങ്കെടുക്കും. ദാറ്റ് ഈസ് വൈ ട്രാൻസിഷൻ ഇലമെന്റ്സ് അഥവാ ഡി ബ്ലോക്ക് ഇലമെന്റ്, ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് ഇലമെന്റ്സിന്റെ മറ്റൊരു പേരാണ്, ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ പ്രധാന വാക്ക് only slight energy difference between outermost S subshell and penultimate D subshell. അത്രേ എഴുതിയാൽ അതിൻ്റെ പ്രധാനപ്പെട്ട വാക്കായി. നന്നായിട്ട് കുറേ സമയം എടുത്ത് പഠിച്ച് ബാക്കി കൂടി നന്നായിട്ട് എഴുതുക. അതുകൊണ്ട് നല്ല സാഹചര്യത്തിൽ ഫേവറബിൾ കണ്ടീഷൻ, പ്രത്യേക സാഹചര്യത്തിൽ ഇലക്ട്രോൺസ് ഫ്രം ഡി ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഇനി ഡി ബ്ലോക്കിൻ്റെ പ്രത്യേകതകൾ പഠിച്ചപ്പോഴാണ് ഇച്ചിരി ശക്തമായ ഒരു പ്രത്യേകതയായ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പഠിച്ചത്. അടുത്ത ഡി ബ്ലോക്കിൻ്റെ പ്രത്യേകതയാണ്. അപ്പം ഡി ബ്ലോക്കിൻ്റെ പ്രത്യേകത എണ്ണി പഠിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. അടുത്ത ഡി ബ്ലോക്ക് പ്രത്യേകതയാണ് കളേർഡ് കോമ്പൗണ്ട്സ്. അപ്പം ഡി ബ്ലോക്കിൻ്റെ പ്രത്യേകതയായിട്ട് ഡി ബ്ലോക്കിലെ ഇലമെൻസിൻ്റെ, ഡി ബ്ലോക്കിലെ കുറച്ച് മുമ്പ് നമ്മൾ FeCl2 Fe, അതിനൊക്കെ നല്ല നിറമുണ്ട്. ഇത് ഇവിടെ നിറമുള്ള നമുക്ക് പരിചയമുള്ള കുറച്ച് കോമ്പൗണ്ടുകളെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് നല്ല നീല നിറമാണ്, വേണമെങ്കിൽ എഴുതി വെച്ചോ, ബ്ലൂ കളർ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് കടും വയലറ്റ് കളറാണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് കളറാണ്. ഇതിലെല്ലാം ട്രാൻസിഷൻ ഇലമെന്റ്സ് അഥവാ ഡി ബ്ലോക്ക് ഇലമെന്റ്സിൻ്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഇവർക്ക് കളർന്നെങ്ങാനും ആരെങ്കിലും ചോദിച്ചാൽ ദി പ്രസൻസ് ഓഫ് അയോൺസ് ഓഫ് ട്രാൻസിഷൻ ഇലമെന്റ്സ് സച്ച് ആസ് കോപ്പർ, മാംഗനീസ്, ക്രോമിയം, ഇവിടെ വേറെയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് ദേ ഗീവ് കളേർഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രസൻസ് ഓഫ് അയോൺസ് ഓഫ് ട്രാൻസിഷൻ ഇലമെന്റ്സ് ഗീവ്സ് കളർ ടു ദാറ്റ് കോമ്പൗണ്ട്സ്. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വീണ്ടും എഴുതുക: വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് കളേർഡ് കോമ്പൗണ്ട്സ്. ഇനി നമുക്ക് ഏറ്റവും പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും താഴെ വന്ന എഫ് ബ്ലോക്കിൻ്റെ ക്യാരക്ടർ വളരെ വേഗത്തിൽ പഠിച്ച് നമ്പറിട്ട് എണ്ണി പഠിക്കാൻ ഈ ക്യാരക്ടർ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളിങ്ങനെ കുത്തും കോമയൊന്നും ഇട്ട് വെക്കരുത്. നമ്പറിട്ട് 1, 2 വൃത്തിക്കിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ 10 പ്രോപ്പർട്ടി ക്യാരക്ടർ സ്വഭാവം. ക്യാരക്ടേഴ്സ് ഓഫ് എഫ് ബ്ലോക്ക് ഇലമെൻറ്റ്സ്. എഫ് ബ്ലോക്ക് ഇലമെൻറ്റ്സ് എവിടെയാണ് ലൊക്കേറ്റഡ് ഇൻ ദി പീരിയോഡിക് ടേബിൾ? പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ ബോഡിയുടെ താഴെ 2 നിരയായിട്ടാണ്. പീരിയോഡിക് ടേബിളിൻ്റെ മെയിൻ ബോഡിയുടെ താഴെ 2 നിരയായിട്ടാണ്. അവരെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏത് സബ്ഷെല്ലിലാണ്? എഫ് സബ്ഷെല്ലിലാണ്. അതുകൊണ്ടാണ് അവർ എഫ് ബ്ലോക്കിൽ വന്നേക്കുന്നത്. ആ എഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞാലോ, നമ്മൾ ഡി ബ്ലോക്ക് ഓർക്കുന്നുണ്ടോ? ലാസ്റ്റ് 4s അതിൻ്റെ ഉള്ളിലല്ലായിരുന്നോ ഡി? എഫ് സബ്ഷെല്ല് വരുന്നത് അതിൻ്റെയും ഉള്ളിലാണ്. അപ്പോൾ എങ്ങനെ പറയും? ദി ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ഇൻ ദി ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ. അതുകൊണ്ട് ഇവരെ ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നും പറയുന്നുണ്ട്. അതായത് ആൻറ്റി പെനൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറമേയുടെ ഉള്ളിൻ്റെയും അതിൻ്റെയും ഉള്ളിലുള്ള ഒരു മൂന്നാമത്തെ നിരയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ആൻറ്റി പെനൾട്ടിമേറ്റ് ഷെൽ, ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നാണ് അവരുടെ പേര്.
അടുത്ത പേജിൽ വീണ്ടും ചോദ്യമുണ്ട്. എഫ് ബ്ലോക്കിന് 2 നിരയുണ്ട്. നിങ്ങൾ നോക്കിക്കേ, എഫ് ബ്ലോക്കിന് 2 നിരയുണ്ട്. അതിൽ ഒന്നാമത്തെ നിര 6th പീരീഡിൽ നിന്നും മുറിച്ചോണ്ട് വന്നതാണ്. അവരുടെ പേര് ലാന്തനോയിഡ്സ് എന്നാണ്. ലാന്തനോയിഡ്സ്. തിരിച്ചും ചോദിക്കാം, ലാന്തനോയിഡ്സ് ഏത് പീരീഡിൽ പെടുന്നതാണ്? 6th പീരീഡിൽ പെടുന്നതാണ്. രണ്ടാമത്തെ നിര 7th പീരീഡിൽ നിന്നും പെറുക്കിക്കൊണ്ടുവന്ന ഇലമെന്റ്സ് ആണ്. അപ്പൊ 7th പീരീഡ് മുറിച്ചുണ്ടാക്കിയതാണ്. അവരുടെ പേര് ആക്ടിനോയിഡ്സ് എന്നാണ്. ആക്ടിനോയിഡ്സ് ഏത് പീരീഡിൽ പെടുന്നതായിരുന്നു? 7th പീരീഡിൽ പെടുന്നതായിരുന്നു. അപ്പൊ ആദ്യം നമുക്ക് കുറച്ച്, അതിന് 2 നിരയുണ്ട്. 2 നിരയുടെ പേര്, ഒന്നാമത്തെ നിര ലാന്തനോയിഡ്സ്, രണ്ടാമത്തെ നിര ആക്ടിനോയിഡ്സ് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് ക്യാരക്ടർ കൂടി നോക്കാം. ഡി ബ്ലോക്കിനെ പോലെ ദേ ഓൾസോ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൽ രണ്ടാമത്തെ നിര ആക്ടിനോയിഡ്സ് റേഡിയോ ആക്റ്റീവ് ഇലമെന്റ്സ് ആണ്. അപ്പൊ ചോദിക്കൂലോ, എവിടെയാണ് റേഡിയോ ആക്റ്റീവ്, റേഡിയേഷൻസ് ഉണ്ടാകുന്ന ഇലമെന്റ്സ് ഉള്ളത്? അതിൽ കുറേ ഇലമെന്റ്സ് മാൻമെയ്ഡ് ഇലമെന്റ്സ് ആണ്, മനുഷ്യൻ ഉണ്ടാക്കിയതും കൂടിയാണ്. ഇനി അവിടെയുള്ള യുറേനിയം, തോറിയം, ഇത് എക്സാമ്പിൾ പോലെ പറഞ്ഞേക്കുന്നതാണ് കേട്ടോ. ഈ പറഞ്ഞതിന് എക്സാമ്പിൾ യുറേനിയം, തോറിയം ആൻഡ് പ്ലൂട്ടോണിയം വായിക്കാൻ പഠിക്കണേ. യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ എക്സാമ്പിൾ ആയിട്ടോ പഠിച്ചു വെക്കണം. കാരണം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇലമെന്റ്സ് ആർ യൂസ്ഡ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ? ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ഏത്? ആറ്റോമിക റിയാക്ടറുകളിൽ വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ആണവ നിലയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അവിടെ ഉപയോഗിക്കുന്ന ഇലമെന്റ്സ് യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം, യൂസ്ഡ് ആസ് ന്യൂക്ലിയർ ഫ്യൂവൽസ്. അടുത്തത് നിയോഡിമിയം, സ്ട്രോങ് മാഗ്നറ്റ്. ഒന്നുകിൽ ക്യാരക്ടറായിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇതൊക്കെ പൂരിപ്പിക്കാൻ ചോദിക്കും, ഒറ്റ വാക്ക് ചോദിക്കും, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ പഠിച്ചു വെക്കുക. അടുത്തത് കാറ്റലിസ്റ്റ് ഇൻ പെട്രോളിയം ഇൻഡസ്ട്രി. പെട്രോളിയത്തിൻ്റെ വേർതിരിക്കുന്ന വലിയ ഇൻഡസ്ട്രികളുണ്ട്, അവിടെ കാറ്റലിസ്റ്റ്, അണ്ടർലൈൻ കാറ്റലിസ്റ്റ്. അതിന് സീറിയം ആൻഡ് ലന്താനം അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒരു ചെറിയൊരു ടോപ്പിക്കും കൂടിയാണുള്ളത്, റെയർ എർത്ത് എന്ന് പറയുന്നത്. റെയർ എർത്ത് എന്ന് പറഞ്ഞതിന് മലയാളം വളരെ ചുരുക്കമായി ഭൂമിയിൽ കാണപ്പെടുന്ന മൂലകങ്ങൾ എന്നാണ്. വളരെ കുറച്ചേ കാണപ്പെടുന്നു എന്ന് ആണ് പറയുന്നത്. അപ്പോൾ റെയർ എർത്ത് 17 ഇലമെന്റ്സ് ഉണ്ട്. ഓരോന്ന് പോയിന്റ് അങ്ങ് പഠിച്ചേക്കാം. 17. അതിൽ 15 ഇലമെന്റ്സും ലാന്തനോയിഡ്സും 15 ഇലമെന്റ്സിൻ്റെ കൂടെ സ്കാൻഡിയും ഇട്രിയവും ഉണ്ട്. പിന്നെ അവരെക്കുറിച്ചുള്ള പരീക്ഷാ ചോദ്യം എന്ന് പറയുന്നത് റെയർ എർത്ത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ്. അങ്ങനെ വളരെ ചുരുക്കമായിട്ട് കാണപ്പെടുന്ന ഇലമെന്റ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടർ, LCD സ്ക്രീൻ, മൊബൈൽ ഫോൺ, ബാറ്ററി എന്നിവയ്ക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ റെയർ എർത്തുകൾ കൂടുതലുള്ള ഒരു ഓറാണ് മോണോസൈറ്റ്. ഓർ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ഈ പറഞ്ഞ 17 ഇലമെന്റ്സിൻ്റെ അംശം കൂടുതലുള്ള കോമ്പൗണ്ടുകളെയാണ് ഓർ എന്ന് പറയുന്നത്. ഈ ഇലമെന്റുകൾ ഉള്ള ഭൂമിയിൽ അത് കണ്ടെത്തുന്ന സ്ഥലങ്ങൾ, അതുള്ള കോമ്പൗണ്ടുകൾ, ചിലപ്പോൾ അത് പാറ പോലെ പൊടിഞ്ഞു കിടക്കുന്നതാവാം, അല്ലെങ്കിൽ ചില പാറ പോലെ സ്റ്റോൺ പോലെയുള്ള സാധനങ്ങളാകാം. അങ്ങനെയുള്ള ഇതാണ് ഓർ എന്ന് പറയുന്നത്. ഈ ഇലമെൻ്റ് ഉള്ള കോമ്പൗണ്ടുകൾ, അതിലൊരു പ്രധാനപ്പെട്ടതാണ് മോണോസൈറ്റ്. അങ്ങനെ അങ്ങ് പഠിച്ചേക്കുക. മോണോസൈറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ ഓർസ് ഓഫ്. അപ്പോൾ ഈ ഓർന്ന് കാണുമ്പം ടീച്ചർ പറയുമ്പോഴും മനസ്സിലാവില്ല, അതാണ് ഈ ഇലമെൻറ്റ്സ് ഉള്ള കോമ്പൗണ്ടാണ് ഓറ്. അപ്പോൾ മോണോസൈറ്റ് എന്ന് പറയുന്നത് റെയർ എർത്തിൻ്റെ ഓറാണ്. കോമൺലി ഫൗണ്ട് ഇൻ ദി കൊയാസ്റ്റൽ റീജിയൻസ് ഓഫ് സൗത്ത് കേരള. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു. നമ്മുടെ പാഠം ഓരോ ഇഞ്ചും പഠിച്ച് തീർന്നു കഴിഞ്ഞു. നിങ്ങൾ നന്നായിട്ട് ഈ ക്ലാസ് പ്രയോജനപ്പെടുത്തുക. ടെക്സ്റ്റ് ബുക്കിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട, അതിൻ്റെ മുക്കിൽ മൂലയിൽ നിന്നും വരാവുന്ന എല്ലാ ചോദ്യവും ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു പ്രധാനപ്പെട്ട
ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയും ലെറ്റസസിലെ ചോദ്യങ്ങൾ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് പല പരീക്ഷാ ചോദ്യങ്ങളും അത് ടീച്ചർ അടുത്ത വീഡിയോയിലാണ് നൽകുന്നത്. അത് പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇതിനെ നിങ്ങൾ നല്ല ഒരു ശക്തി സംഭരിച്ചിട്ട് അതുകൂടി കണ്ടിട്ട് വേണം നിങ്ങൾ ഈ പഠിക്കുന്നിടത്ത് നിന്ന് എഴുന്നേക്കാനായിട്ട്. അങ്ങനെയൊക്കെ സമയം സേവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്നത്. അതിൻ്റെ ലിങ്ക് ടീച്ചർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ ടീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. ടീച്ചറിനോട് നേരിട്ട് സംശയങ്ങളൊക്കെ ചോദിക്കാനായിട്ട് പറ്റും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ക്ലാസ്സിൽ നിന്ന് നന്നായിട്ട് പഠിക്കാൻ പറ്റിയോ? സയൻസിൻ്റെയും അങ്ങനെ ഏത് വിഷയത്തിൻ്റെ ആണെങ്കിലും ക്ലാസ്സുകൾ കാണുമ്പോൾ വെറുതെ ഒരു വീഡിയോ കണ്ടു പോകുന്നത് പോലെ ക്ലാസ് ഇങ്ങനെ കേട്ടു, ടീച്ചർ പറയുന്നതൊക്കെ കേട്ടു, അങ്ങനെയല്ല. ഒപ്പം പറയുക, എഴുതുക, വീണ്ടും വീണ്ടും കാണുക. അങ്ങനെ നന്നായിട്ട് പഠിച്ച് ഉറപ്പിക്കുക. നമ്മൾ കണ്ടത് പഠിച്ചത് പരീക്ഷയ്ക്ക് എഴുതാതെ പോകരുത്. ആ രീതിയിൽ പഠിക്കണം കേട്ടോ.